ഹായ്, വെൽക്കം ടു മാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. അപ്പോൾ അതായത് നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന നിയമത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ് നമ്മൾ ഫസ്റ്റ് ലോ കഴിഞ്ഞ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള രണ്ടാമത്തെ ലോയാണ് ചലനത്തെ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ ലോയാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഫോഴ്സും മാസും ആക്സിലറേഷനും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ലോയാണ് ഈ ഒരു സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അത് കാര്യമായിട്ട് നമുക്ക് ഈ ഒരു ലോ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നോക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ലോയിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ലോ എന്ന് വെച്ചാൽ ഒരു ബോഡി റെസ്റ്റ് ലോ മോഷനിലോ ഇരിക്കുന്ന ഒരു ബോഡിയിൽ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലം അതതിൻ്റെ ആ സ്ഥിതി തുറന്നുകൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു അൺബാലൻസ്ഡ് ഫോഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ സെക്കൻഡ് ലോയിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഫോഴ്സ് അൺബാലൻസ്ഡ് ആകുമ്പോൾ അവിടെ എന്തായാലും ആക്സിലറേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ആക്സിലറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ആക്സിലറേഷനെ ചേഞ്ച് ചെയ്യിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഫോഴ്സ് ആണ് ആദ്യത്തേത്. അതായത് സ്മോൾ ഫോഴ്സ് ആകുമ്പോൾ കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല, അവിടെ സ്മോൾ ആക്സിലറേഷൻ ആണ് ഉണ്ടാവുക. എന്നാൽ ഡബിൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഡബിൾ ആക്സിലറേഷനാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഒന്നാമത്തെ ഘടകം എന്ന് വെച്ചാൽ അത് ഫോഴ്സാണ്. അടുത്തത് മാസ്സാണ്. അതായത് നമ്മൾ സ്മോൾ മാസ് ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകും? ലാർജ് ആക്സിലറേഷൻ ഉണ്ടാവും. എന്നാൽ ലാർജ് മാസ് ആകുമ്പോഴോ അവിടെ ആക്സിലറേഷൻ കുറയും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ്. അതായത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആക്സിലറേഷൻ. പക്ഷേ ആ ഒബ്ജക്റ്റിൻ്റെ മാസിന് ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ലോൻ്റെ റിലേഷൻ ആയിട്ടുള്ള F=ma എന്ന ഇക്വേഷനിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? നെറ്റ് ഫോഴ്സ് എന്താണ്? ഈക്വൽ ടു ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ എമൗണ്ട് ഓഫ് ആക്സിലറേഷൻ. ഇതാണ് നമുക്ക് സെക്കൻഡ് ലോ പറഞ്ഞത്.